ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. ഈ പല പല ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പ്രത്യേക സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും. എന്ന് വെച്ചാൽ പോസ്റ്റ്മാനെ പണിയെടുക്കുന്ന ആൾക്കാർ അറിയാലോ. ഇവിടെ നിന്ന് എടുക്കുക, അപ്പുറത്ത് കൊണ്ടുകൊടുക്കുക, അവിടെ നിന്ന് എടുക്കുക, അപ്പുറത്ത് കൊണ്ടുകൊടുക്കുക അല്ലേ. ഈ ഗ്രൂപ്പിനോടുള്ള വിശ്വാസം കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലൊന്ന് പറയണത് അല്ലേ. ചില ഗ്രൂപ്പിലത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ മറ്റുള്ള ഗ്രൂപ്പിൽ അത് പറയാൻ പാടില്ല. എന്ത് കാര്യമായിക്കോട്ടെ. ഓക്കെ, ഞങ്ങൾക്ക് തോന്നുന്നത് പറയാൻ പോലെ പറയരുത്. ആ ഗ്രൂപ്പോടെ കഴിഞ്ഞു. ഗ്രൂപ്പിൽ കേട്ട് ഗ്രൂപ്പിൽ തന്നെ ഒന്നിൽ നമ്മൾ ക്ലിയർ ചാറ്റ് ചെയ്താൽ മതി. എടുത്തിട്ട് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പിലുള്ളത് വേറെ എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരനക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥ ഉണ്ടാവും. ആ കൂട്ടുകാർക്ക് വിളിക്കുകയാണ്, എന്ത് പണിയാണ് കാട്ടി, ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, മോശമായെന്നുള്ള ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അവസ്ഥ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ എന്താ അവിടെ പറയാം, ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. നമ്മൾ മുണ്ടാണ്ടിരിക്കുക. ഞാനൊരു ഗ്രൂപ്പിൽ, ഞങ്ങളുടെ സിനിമ ഗ്രൂപ്പിൽ തന്നെ, ഞാൻ ഒരു കാരണം പറഞ്ഞു. നമ്മുടെ ഒരു കൂട്ടുകാരൻ ആ പടത്തിൽ അഭിനയിച്ചു. ആ പടത്തിൻ്റെ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓൻ്റെ പേര് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു. അറിയാണ്ടേ പേര് പോയതാണ്. പടം റിലീസായി, പടം പുറമൊന്നും എന്താ പറയുക സക്സസ് ആയില്ല പടം. അപ്പോൾ ഓനയിൽ ആ പടത്തിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ ഓൻ്റെ സീനൊക്കെ അതിന് കട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ തന്നെ കണ്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് ഞങ്ങളുടെ വേറെ ഗ്രൂപ്പുണ്ട് നാട്ടിൽ, സിനിമയുടെ ഗ്രൂപ്പ്, അതിൽ അയച്ചു കൊടുത്ത്. അത് സ്വാഭാവികം ഞാൻ അവൻ്റെ പേരെടുത്ത് പറഞ്ഞാണ് പ്രശ്നമായത്. പേര് പറയണ്ട, എൻ്റെ ഒരു കൂട്ടുകാരെന്ന് പറഞ്ഞാൽ പ്രശ്നം. പക്ഷേ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി. അത് ആ ഗ്രൂപ്പിലത്തെ ഒരു പോസ്റ്റ്മാൻ അറിയാമല്ലോ, ഒരു പോസ്റ്റ്മാൻ എടുത്തിട്ട് അത് ഈ പോസ്റ്റ്മാൻ എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്, എൻ്റെ ചങ്ങരംകുളത്തുള്ള എൻ്റെ നാട്ടുകാരാണ്. പക്ഷേ അവൻ്റെ പേര് എനിക്കറിയില്ല. പേരൊക്കെ പറയുന്നത് പേര് പറയണില്ല, എനിക്കറിയാം പേര് പറയണില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാച്ചിട്ട് എന്നിട്ട് ആ എൻ്റെ നാട്ടുകാരെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ കൂട്ടുകാരെ എറണാകുളത്ത് കിടക്കണം എൻ്റെ കൂട്ടുകാരനെ അയച്ചു കൊടുത്തു. ഓനക്കിങ്ങനെ കാലത്ത് എന്ത് പണിയുടെ കാട്ടി പടത്തിനെ കുറിച്ച് എന്തും പറഞ്ഞോ വിഷയമല്ല. പക്ഷേ എൻ്റെ പേര് എന്തിനാടാ പറഞ്ഞു. പക്ഷേ എന്നോട് ചീത്തൊന്നും പറഞ്ഞിട്ടില്ല, തമാശയിൽ പറഞ്ഞോട്ടോ. അപ്പോൾ എന്തോ കേട്ടപ്പോൾ ഒരുമാതിരി വിഷമം. ഞാൻ കൊന്നു ഞാൻ എന്തെന്നോട് പറയാം, ഞാൻ ഒന്നും പറയും. ഞാൻ അവിടെ സോറി, എൻ്റെ പറ്റിയ മിസ്റ്റേക്ക് ഞാൻ അറിയാണ്ട് പറഞ്ഞു പടാ, സോറി ഇട്ട് സ്വഭാവം പറഞ്ഞു. അതൊന്നും കോപ്പയുള്ളതെന്ന് പറയും. പക്ഷേ എങ്കിലും ഇപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും അവനോട് സോറി പറയാനുള്ള ഒരു ആകാംക്ഷ കൂടി വരിക. പക്ഷേ ഇത് ഏത് ഗ്രൂപ്പിലാണെങ്കിലും നമ്മളൊരാൾ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ ഇനി പേര് വെച്ച് പറഞ്ഞാൽ പോലും നമ്മൾ അടുത്തിട്ട് മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എറിഞ്ഞു കൊടുക്കരുത്. ആ പോസ്റ്റ്മാൻ പണിയെടുക്കരുത്. അത് അതോടെ കഴിയട്ടെ. എന്തിനത് ഇപ്പോൾ ഓനെ വിളിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പടം ഓടാത്തതിൻ്റെയും അതുപോലെ തന്നെ ഓൻ്റെ സീനൊക്കെ കട്ട് ചെയ്തും കൂട്ടി വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ വോയിസ് വിടുന്നത്. അപ്പോൾ ഒരാളുടെ മാനസികാവസ്ഥ ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിച്ച് ഒരു സിനിമയിൽ നമ്മൾ പ്രതീക്ഷിച്ച് എൻ്റെ സീൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് പെട്ടെന്ന് സീന് കട്ട് ചെയ്തെന്ന് വരും. നമ്മൾ അവസരത്തിൽ തന്നെ പറയരുത്, ശരിയല്ല ഒന്നാമത്തെ.